സോറി ഉണ്ടായി. ഗുഡ് മോർണിംഗ് ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഷാഡോ ഓഫ് എക്സ് ബ്ലോഗ് നമ്പർ 16 ഇന്ന് ചെയ്യാൻ പോകുന്നത്. രാവിലെ 7 മണി തൊട്ട് ഉച്ചയ്ക്ക് 11 മണി വരെ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഫുൾ ടൈം പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നൈറ്റും കൂടെ ഡിന്നർ ടൈമും കൂടെ പോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ബാഗുണ്ട്, ഹെൽമെറ്റുണ്ട്. ശകലം ഒന്ന് താമസിച്ചു പോയി, 6 മണി കഴിഞ്ഞ്. അപ്പോൾ നേരെ വീട്ടിലോട്ട്. ഓക്കെ. അപ്പോൾ ഓർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ്. ഇവിടുന്ന് 2.9 കിലോമീറ്റർ ഉണ്ട്. രാവിലെ തിരക്ക് തുടങ്ങി കേട്ടോ. സ്കൂൾ ബസ്സൊക്കെ പറഞ്ഞോണ്ടേ. കഴിച്ച് നമ്മൾ ഫൈനലി നമ്മുടെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. റെഡിയാണോ നോക്കട്ടെ. ഓക്കെ, ഫുഡ് റെഡിയാണ്. മുപ്പത്തൊന്ന് എൺപത്തേഴ്. ഓക്കെ, നമ്മൾ ഐറ്റം എടുത്തിട്ടുണ്ട്. ബീഫ് ഫ്രൈ ആണ് കേട്ടോ. 2 ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ കൊടുക്കാനുള്ളത് ശ്രീകാര്യമാണ്. ഏലം കുളമാണ് കൊടുക്കാനുള്ളത്. ഏലം കുളമാണ് കൊടുക്കാനുള്ളത്. ഇവിടുന്ന് 3.4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ ആണ് കേട്ടോ. 2 ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഗൗരി നാർനാട് കൊടുക്കാനുള്ളത് കേട്ടോ. 400 മീറ്ററും കൂടെ ഉണ്ട് ഇവിടുന്ന്. ഫസ്റ്റ് ഓർഡർ ശരിയായിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അത് സെക്കൻഡ് ഓർഡർ അടുത്തപ്പോൾ അടിച്ചില്ല കേട്ടോ. ചിലപ്പോൾ ഉടനെ അടിക്കും. ഓക്കെ, ശരി. നമ്മൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പോൾ നമുക്ക് കിട്ടിയത് 38 രൂപയാണ്. അടുത്ത ഓരോ അടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പാരഗൺ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടുന്ന് 2.7 കിലോമീറ്റർ ഉണ്ട്. പാരഗണിൽ ഒരു ചേട്ടൻ തീർന്നു കേട്ടോ. പുള്ളി പറ്റും. ഇങ്ങോട്ട് ഇറക്കി വെച്ചാലും മതി. അല്ല നീ വിട് കേട്ടോ, വിട്. വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ചരിവാണ്, ഇങ്ങോട്ട് ചരിവാണ്. 2 സൈഡ് ഇങ്ങനെ ചരിഞ്ഞാണ്. അവിടുന്ന് ആ വണ്ടി കയറി വന്നപ്പോഴേ അവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ കയറി വന്നു. നിങ്ങൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ.
ഓ അല്ല വേറെ കാലകൈവല്ലോ എടുത്തിരുന്നെങ്കിൽ അല്ല ഇതേ എനിക്ക് കാല് കുത്താൻ പറ്റിയില്ല എനിക്ക് അറിയില്ല അത് ചരിവാണ് കേട്ടോ, രണ്ട് ഇങ്ങനെ ചരിഞ്ഞാണ്. എന്തായാലും ഒരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോയാൽ മതി. ഇൻഡിക്കേറ്റർ പോയി. ആ വേറെ ഒന്നും കുഴപ്പമില്ല. ആ പൊട്ടി കേട്ടോ. ആ അതെന്തേ വെച്ച് ഒട്ടിച്ചാലും മതി. ദിനം പോണ വഴിയായോണ്ടേ പിന്നെ ഓക്കെ പോട്ടെ. ക്യാമറ ഇല്ല, ഞാൻ ചെറിയ യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിൽ അപ്പൊ ഇത് റെക്കോർഡായി. പറഞ്ഞോട്ട് കിട്ടും. നമ്മളെ കാണാം അതില്. ആ ശരി, അങ്ങ് പോവും. ഫ്രണ്ടിന് ബാഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ നിൽക്കുവായിരുന്നു. അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിൽ കാലെത്തിയില്ലല്ലേ? കാലിതിനകത്തായിട്ട് എനിക്ക് ചില സമയത്ത് എത്തൂല കാല്, ചില സമയത്ത് എനിക്ക് എത്തൂല. വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പോയാൽ മതി. ഇൻഡിക്കേറ്റർ അടപ്പ് മാത്രമേ പൊട്ടിയുള്ളൂ. അപ്പുറത്തത് പോയി ആ സൈഡാണ് ഇടിച്ചത്. ഇങ്ങനെ അത് ചവിട്ടി ഇതാക്കി നേരെ ആയിരുന്നെങ്കിൽ പിന്നെയും പ്രശ്നമാകുമായിരുന്നു. ആ വണ്ടിക്ക് കുഴപ്പമില്ല. ഫ്രണ്ട് പിന്നെ വൈസർ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കാൻ മതി, ആ ഒരു പൊട്ടലേ ഉള്ളൂ. അയാൾ വെറുതെ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ പുള്ളി, കാറുകാരൻ. അവർക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? അങ്ങ് പോയി അത് അങ്ങനെ ബ്രേക്ക് ചെയ്തപ്പോ നമ്മളാ പോയ പോക്കില്ലേ പോയതിന് കുഴപ്പമില്ല. അങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. ഇത്ര ചെറുതിലേക്കൊണ്ട് ഇത്രയും ചവിട്ടി പിടിക്കുന്നുണ്ട്. ഇത്ര ചെയ്ത് എന്തായാലും നിങ്ങൾക്കൊന്നും പറ്റിയില്ലല്ലോ, ഒന്നും കുഴപ്പമില്ല. നോക്കാട്ടോ, വല്ല ചെറിയ ബാൻഡേജ് അങ്ങനെ മാറ്റി ഒട്ടിച്ചോണ്ട് പോയാൽ മതി. പോട്ടെ ഗൈസ്. അപ്പൊ ഒരു ചേട്ടൻ ഒരു ആക്സിഡന്റ് കേട്ടോ, ചെറിയ ഫ്രണ്ടിലുള്ള വണ്ടി ബ്രേക്ക് പിടിച്ചപ്പോഴേ പുള്ളി കൊണ്ടുവച്ച് കയറി. പെട്ടെന്ന് സഡൻ ബ്രേക്ക് പിടിച്ചപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കുഴപ്പമില്ല, പുള്ളിക്കൊന്നും പറ്റിയില്ല. കാലിൽ ചെറിയൊരു മുറിവേ ഉള്ളൂ. KSEB-ലെ പിന്നെ സ്റ്റാഫാണ് കേട്ടോ. KSEB-ന്നാണ് ID കാർഡ് കിടക്കണം. പറ്റിയില്ല. നമ്മൾ ആരെങ്കിലും ഇതുപോലെ മറിഞ്ഞു വീഴുമ്പോഴേ നമ്മൾ രക്ഷിക്കാൻ വേണ്ടി ആരെങ്കിലും നമ്മളെ രക്ഷിച്ചാൽ നമ്മളെ രക്ഷിക്കാൻ ആൾക്കാർ കാണും. വേറെ രക്ഷിക്കാനൊന്നുമല്ല, ചെറിയ ഹെൽപ്പ് ഇതാണ്, അത്രേ ഉള്ളൂ. ഞാൻ വണ്ടി പിടിച്ച് ഇളക്കി തന്നെ, പക്ഷെ അതിന് മുമ്പ് ആ ചേട്ടൻ അങ്ങ് എടുത്ത്, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. രാവിലെ കാപ്പി കുടിക്കണമോ എന്നാണ് ആലോചിക്കുന്നത് കേട്ടോ. മണി 9 8:19. കാപ്പി കുടിച്ചിട്ട് പോയാലേ. ഏകദേശം 18 മിനിറ്റ് കാണിക്കുകയാണ് ഫുഡ് റെഡിക്ക്. അല്ല വേണ്ട, നേരെ പോ. ഗൈസ്, നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഫുഡ് റെഡി ആയിട്ടില്ല. 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു, ബ്രോ എന്തിനാണ് ബ്രോ വണ്ടി ഇത്ര ദൂരെ വച്ചിട്ട് നടന്നു പോണേ? വേറൊന്നുമല്ല ബ്രോ, കാര്യം എന്ന് പറഞ്ഞാലേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാലൊക്കെ വരുമ്പോൾ മരവിച്ച പോലെ ആവും. കാലൊക്കെ മരവിച്ച പോലെ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഇറങ്ങി നടക്കുമ്പോഴേ കാലൊന്ന് ഫ്രീ ആവും. എപ്പോഴും നമ്മളിങ്ങനെ മടക്കി വെച്ചുകൊണ്ടല്ലേ ഇരിക്കണം. അതിനു വേണ്ടിയാണ്. പിന്നെ ചില സമയത്ത് എനിക്ക് അങ്ങനെ വെച്ചിട്ട് പോകാൻ തോന്നും. അതൊക്കെ അതുകൊണ്ടാണ്, തോന്നുമ്പോൾ അങ്ങ് ചെയ്യണേ.
2998. ഓക്കെ, നമ്മൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. എഗ് റോസ്റ്റും അപ്പമാണ് കേട്ടോ, 2 അപ്പവും 1 എഗ് റോസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കൊടുക്കാനുള്ളത് ഗാന്ധി സ്മാരക നഗർ, അതുപോലെ മുട്ടട. പൊളി, നമ്മളെ സ്ഥലം. ഇവിടുന്ന് 2.8 കിലോമീറ്റർ ഉണ്ട്. ഇതുകൊണ്ട് കൊടുത്തിട്ട് നമുക്ക് കാപ്പി കുടിക്കാം. സമയം ഇപ്പോൾ 8:36 ഓർഡർ ഉണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് അവസ്ഥ. ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റൂല. ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് തിരിയുമ്പോൾ ചിലപ്പോൾ ഓർഡർ അടിക്കും. കുഴപ്പമില്ല കേട്ടോ, ഓക്കെ, ടീക്കാണ്. അപ്പോൾ ഇവിടുന്ന് 2.9 കിലോമീറ്റർ ഉണ്ട്. സൂപ്പർ ഓർഡർ മുട്ടടയിൽ കൊടുക്കാനുള്ളത്. വെയിറ്റ് ഉണ്ട്, ഓർഡറല്ല, ബാഗ് ഫുള്ള്, ബാഗ് മൊത്തം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. 2.6 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്രോളും കൂടെ അടിക്കണം. ഈ ഓർഡർ കൊണ്ട് കൊടുത്തിട്ടേ പെട്രോളും അടിച്ചിട്ട് പോവാം അല്ലേ, പെട്രോൾ കുറവ്. നമ്മളൊരു സബ്സ്ക്രൈബർ കമൻറ്റ് ചെയ്തിരുന്നു, ബ്രോ പിന്നെ ഹാൻഡ് ഗ്ലൗസ് അല്ലെങ്കിൽ റൈഡേഴ്സ് ഗ്ലൗസ് കിട്ടിയിട്ട് ഓടിക്കാൻ നല്ലത്, അല്ലെങ്കിൽ വെയിലടിച്ച് കൈ കരിവാളിക്കും, കറുത്തു പോകും. സംഭവം അത് സാധനം ഉണ്ട് ഗൈസ്. ചില സമയത്ത് ഇടാൻ തോന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ മറന്നു പോകും. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പെട്ടെന്ന് ഓർഡർ അടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കണോണ്ടേ അതിനുള്ള സമയം കിട്ടൂല. നമ്മൾ പെട്ടെന്ന് ഓർഡർ കൊണ്ട് കൊടുക്കാനല്ലേ നോക്കും. വീട്ടിൽ നിന്ന് ഇട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ചിലപ്പോൾ ഞാൻ മറന്നു പോകും, ബാഗിനകത്ത് എടുത്ത് ഇടാൻ മറന്നു പോകും. അതാണ് വിഷയം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. അമ്പലമുക്ക് റോഡ് വഴിയാണ് പോകാനുള്ളത്. ഓക്കെ, ഞാൻ വീണില്ല കേട്ടോ, നോക്കാം. അടിപൊളി, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. പക്ഷെ ആര്യാസ് ആണ് കേട്ടോ, ആര്യാസ് പ്യൂർ വെജ്. പട്ടമാണെന്ന് തോന്നുന്നു. ആര്യാസ് പ്യൂർ വെജ് പട്ടം. ഓക്കെ, ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. കുറേ പൊടി തിന്നു, ഡെയിലി ഒരു കിലോ പൊടി തിന്നു. എന്ത് ചെയ്യാൻ, നമ്മളെ അനുഭവിച്ചേ പറ്റുള്ളൂ, അല്ല വേറെ വഴിയില്ല. അതുകൊണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങനെ പോകണം ഇങ്ങോട്ടേക്ക്. ഒരു സൈഡ് അടച്ചു മൂടി കിട്ടേക്കും. പൊടിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ, പെട്ടെന്ന് തീക്കാളല്ലേ. ആര്യാസാണ് അടിച്ചത് കേട്ടോ ഓർഡർ. എവിടത്തെയാണെന്നാണ് ഇവിടെ, ഐ തിങ്ക് ഇത് പട്ടം ഒന്നാ തോന്നണം. ഗാന്ധി സ്മാരക നഗറിലാണ് കൊടുക്കാനുള്ളത് കേട്ടോ. അവിടെ നിന്ന് 650 മീറ്റർ കൂടെ ഉണ്ട്. ഗാന്ധി സ്മാരക നഗർ. ഓക്കെ, ലെറ്റ്സ് ഗോ. $70 മീറ്ററും കൂടെ ഉണ്ട്. ഇന്നടത്ത് നിർത്തിയിട്ട് നോക്കാം. 1B കൊടുക്കണോ? അച്ചായ ചേട്ടാ എഴുതണോ? 1B.
ഓ എഴുതണോ? വേണ്ട വേണ്ട വിളിച്ചു പറഞ്ഞു. അല്ല ഇവിടെ ഫുഡ് ഇവിടെ താഴെ വെച്ചിട്ടുണ്ടേ. അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ 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 ശരി. ഏകദേശം നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 33 രൂപയാണ് നമുക്ക് കിട്ടിയത്. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആര്യ നേരത്തെ പറഞ്ഞല്ലോ, ആര്യ നിവാസാണ്. എവിടുത്തെ ഇത് നോക്കട്ടെ. മറ്റേ പരുത്തിപ്പാറ മാർവാനിസ് ഇല്ലേ, അതിൻ്റെ അവിടുത്തെയാണ് തോന്നുന്നു. 1.8 കിലോമീറ്റർ ഉണ്ട്. ഫുഡ് റെഡി ആയോ? ഫുഡ് റെഡിയായോ? റെഡി ആയില്ലേ? ശ അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഓക്കെ, 2 കേട്ടോ. ചിലപ്പോൾ റെഡിയാവും, ചാൻസ് ഉണ്ട് റെഡിയാവാൻ. അറിയാം. അറുപത് 22. ഫുഡ് എടുത്തിട്ടുണ്ട്. ഐറ്റം നോക്കിയില്ല കേട്ടോ. എന്തായാലും നോക്കിയിട്ട് പറയാം. കാപ്പി കുടിക്കാൻ സമയമായി. എന്തായാലും നോക്കിയിട്ട് കാപ്പി കുടിച്ചിട്ട് വരാം. ഇതെന്തായാലും പെട്ടെന്ന് കൊണ്ട് കൊടുക്കാം. നോക്കിയിട്ട് ഇത് കൊടുത്തിട്ട് നമുക്ക് അടുത്ത് കാപ്പി കുടിക്കാൻ പറ്റുള്ളൂ. സമയമാണ് 9 കഴിഞ്ഞ്. കമോൺ ടൈമില്ല. ഓക്കെ, നമ്മൾ ഐറ്റം എന്ന് പറയുന്നത് കുറേ ഉണ്ട് കേട്ടോ. ബദാം മിൽക്ക്, ഉഴുന്നുവട, അപ്പം 3 എണ്ണം, കടലക്കറി, പൂരി സെറ്റ് 3 എണ്ണം, പൊട്ടാറ്റോ കറി, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ, കട്ടൻ, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, ഫിഷ് പത്തിരി, ഉണ്ടമ്പര്, സവാളയുടെ ചായ. ഇവിടെ ചായ ചില സമയത്തൊക്കെ കോമഡി അടിക്കണം കേട്ടോ, ചെളി അടിക്കണം, എന്നാലേ നമ്മൾ ബോറടിക്കാതിരിക്കുള്ളൂ. എപ്പോഴും അല്ല, ചില സമയത്ത്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് പെട്രോൾ മേടിക്കണം, ഫുഡും കഴിക്കണം കേട്ടോ. രണ്ടും ആവശ്യമാണ്. തിരക്കാണ് മെയിനായിട്ട് വില്ലൻ. വണ്ടിയിലെ ഫ്രണ്ട് മൾക്കാട് പൊട്ടിയിരിക്കണം. കട്ടറിൽ ഇവൻ അടിച്ചത്. അന്നൊരു ദിവസം രാത്രി വന്നപ്പം ഞാൻ വീണു ഉപയോഗിച്ചാണ് മഴയത്ത്. അന്ന് സംഭവം പൊട്ടി. ലൊക്കേഷൻ ഡിസേബിൾ എന്ന് കാണിച്ചുകൊണ്ട് മെസ്സേജ് വരും. ചിലപ്പോൾ ആ സമയത്ത് ഓർഡർ അടിക്കും, നമുക്ക് ഓർഡർ ക്യാൻസലോ. അതൊക്കെ അങ്ങനെ കുഴപ്പമുണ്ട്. നമ്മളെ തെറ്റായിരിക്കില്ല, ലൊക്കേഷൻ കറക്റ്റ് ആയിരിക്കും, ലൊക്കേഷൻ ഓണം ഇല്ലായിരിക്കും. പക്ഷെ ആപ്പിൻ്റെ ആക്യുറൻസി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പ്രശ്നമുണ്ട്. ടാറ്റാ. ഓക്കെ, ഫൈനലി നമുക്ക് 900 മീറ്ററും കൂടെ ഉള്ളൂ. 900 മീറ്റർ അടുപ്പിച്ചേ ഉള്ളൂ. നമുക്ക് ഇങ്ങോട്ടാണ് പോവാനുള്ളത്. അഴുക്ക വെള്ളം കേട്ടാ. അവിടെ വെള്ളം മോനെ നെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അയ്യോ, ചേട്ടാ രഞ്ജിത്ത്, ചമ്മന്തി. അയ്യോ ചമ്മന്തി ചേട്ടാ, ലീക്കായോണ്ട് നോക്കട്ടാ, പൊട്ടിച്ച് നോക്ക്. കെട്ടി കാണൂല, ഒന്നീ അത് കെട്ടി കാണൂല. ഗൂഗിൾ പേ ചെയ്യാം. ഗൂഗിൾ പേ ആണോ? 96. ശരി, ഓ
ഗായ്സ് അപ്പോൾ ചമ്മന്തി മൊത്തം ഇതിൽ കമന്ന് കേട്ടാ, കണ്ടോ മൊത്തം പോയി. ഇപ്പോൾ കൊടുത്ത ഫുഡില്ലേ ചമ്മന്തി മൊത്തം ചമ്മന്തിയാണെന്ന് തോന്നുന്നു, അതേ ബദാം ഏതാ ഒന്ന് കമന്ന് കേട്ടാ. അവന്മാർ മര്യാദയ്ക്ക് പാക്ക് ചെയ്ത് തരില്ല, ചുമ്മാ നൈസായിട്ട് അങ്ങ് വച്ചിക്കേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് തുറന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റൂലല്ലോ. ജസ്റ്റ് ചിലർ ജസ്റ്റ് കെട്ടി വയ്ക്കും. ഇപ്പൊ ഓട വെള്ളം കേട്ടാ, അങ്ങനെ കുഴപ്പം. അപ്പൊ എൻ്റെ കയ്യിലൊക്കെ ചമ്മന്തിയായി, മൊത്തം ചമ്മന്തിയായി കേട്ടാ. ചമ്മന്തി വെള്ളം തേങ്ങാ ചമ്മന്തിയാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് പോവാം, പെട്ടെന്ന് പോയിട്ട് ഫുഡ് കഴിക്കാം. നമ്മളെ ഫുഡ് കഴിച്ചാലേ നമുക്ക് എനർജി വരുള്ളൂ. അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം കേട്ടോ. ഭയങ്കര വിശപ്പ് കേട്ടോ. ഇപ്പൊ വയറ്റിന്നൊരു വിശപ്പ് കയറി വായിലോട്ട് വരെയാണ്. മോനെ ഞാൻ അവിടെ ചെന്നിട്ടാണ് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ നമ്മളെ ഭക്ഷണം എന്ന് പറയുന്നത് പുട്ടും പഴമാണ് കേട്ടോ. പാത്രം കിട്ടിയില്ല, മറ്റേ പാത്രം പിന്നെ ഞാൻ ബാഗിനകത്ത് വെച്ച് അവിടെ അങ്ങോട്ട് മറന്നു വെച്ചു. അതുകൊണ്ട് തൽക്കാലം ഇന്ന് പാത്രം വേറെ കിട്ടും. സമയം ഇപ്പോൾ 9:30 ആയിട്ടുണ്ട്. സാധാരണ 9 മണിക്ക് മുമ്പേ കാപ്പി കുടിക്കുന്നുണ്ട്. സമയം കിട്ടില്ല ഗൈസ്. ഓറടിക്കുമ്പോൾ ഓറടിച്ചില്ലെങ്കിൽ ഓറടിച്ചില്ലെന്ന് കിട്ടുമല്ലേ. ഓറടിച്ചെന്ന് സമയം ഫുഡ് കഴിക്കാൻ പറ്റില്ലെന്ന് കിട്ടും. എന്താല്ലേ നമ്മളെ ഓർഡർ എന്ന് പറയണത്, ഓർഡർ ചിന്നൂസാണ്. കൊള്ളാം കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു പുട്ടും പഴവും പപ്പടം കൂടെ അടിപൊളിയാണ്, സൂപ്പറാണ്. പക്ഷെ ഇപ്പോൾ പപ്പടം ഇല്ല. ഗൈസ് നമുക്ക് അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ ചിന്നൂസ് ആണ് കേട്ടോ. കുഴപ്പമില്ല, സമയമുണ്ട്, 18 മിനിറ്റ് ഉണ്ട്. സോറി 10 മിനിറ്റ് ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് പോകാനുള്ള സമയമുണ്ട് കേട്ടോ. 9:17 ഒന്നും കഴിക്കാതിരുന്നാലേ ലേലു അഴിച്ചുവിടാൻ പറയാന്ന് പറയാൻ അവസ്ഥയായി. ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. 91.87 91.87 വന്നില്ല. ഓക്കെ, നമ്മൾ ഐറ്റം കിട്ടിയിട്ടുണ്ട്. പൂരി മസാല ഗീ ദോശയാണ് കേട്ടോ. പൂരി മസാലയും ഗീ ദോശ. എൻ്റെ ബാഗിനകത്ത് ഇപ്പോൾ സ്ഥലമില്ല. കോട്ട്, പിന്നെ നമുക്കുള്ള ഫുഡ്, ക്യാമറയില വള്ളി തുമ്പിക്കയൊക്കെ എല്ലാം കൂടെ ആയതുകൊണ്ട് അപ്പോൾ അവിടെ ഐറ്റം എടുത്തിട്ടുണ്ട്. പൂരി മസാല ഗീ ദോശയാണ് കേട്ടോ. ഇത് കൊടുക്കാന്നുള്ളത് പോങ്ങുംപൂടാണ്, മെഡിക്കൽ കോളേജ്. ഇവിടെ നിന്ന് 3.3 കിലോമീറ്റർ ഉണ്ട്. നല്ല തിരക്ക്.
ഉണ്ട്. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് താമസിച്ചു കേട്ടോ. കുഴപ്പമില്ല, ഓക്കെയാണ്. കഷ്ടപ്പാടൊന്നും പറയില്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അടിച്ചതാണ്. അല്ല, ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അടിച്ചതാണ്. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർഡർ അടിച്ചത്. പിന്നെ പാതി വെച്ചിട്ട് വരാൻ പറ്റൂലല്ലോ. ശരി, ഓക്കെ. കസ്റ്റമർ ഒന്നും പറഞ്ഞില്ല. അപ്പം അയ്യോ, എത്ര കിട്ടി നോക്കിയില്ല ചേട്ടാ. ശേ, ഇനി നോക്കാനും പറ്റില്ല. ആ കുഴപ്പം. എൻ്റെ ഉദ്ദേശം 33 തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് ഞാൻ എടുത്തില്ല, ഇത് എടുക്കാൻ പറ്റിയില്ല. അതിനുമ്പ് കംപ്ലീറ്റ് ചെയ്തു. എന്ത് ചെയ്യും, ഇങ്ങനെ എന്ത് ചെയ്യും ഗൈസ്? ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, കഫേ ശുഭാംഗമാണ്. ശംഖുമുഖം അല്ല, ശുഭാംഗം. ഇവിടുന്ന് 1.2 കിലോമീറ്റർ ഉണ്ട്. ഗൈസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. റെസ്റ്റോറൻറ്റ് വരുമ്പോൾ ഫുഡ് റെഡി ആവണം. യെസ്, നമ്മളെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. 9371. നമ്മളെ ഐറ്റം എന്ന് പറയണത് ഇഡലി ബോക്സ് ആണ് കേട്ടോ. ഫുഡ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് വഞ്ചിയൂരാണ് കേട്ടോ. ഇവിടുന്ന് 4.6 കിലോമീറ്റർ ഉണ്ട്. വഞ്ചിയൂരാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നന്തൻകോട് വഴി പോവാം. നമ്മളെ ലാസ്റ്റ് ഓർഡറാണ് കേട്ടോ. ഷിഫ്റ്റ് കംപ്ലീറ്റ് ആവാറായി. 10:41 കേട്ടോ. ഈ ഓർഡർ കൊടുക്കുമ്പോൾ കംപ്ലീറ്റ് ആവും. യെസ്, അത് എന്തിനാണ് ടൊയോട്ട. ഗൈസ്, നമ്മൾ ഓർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഗൈസ്, നമുക്ക് ടോട്ടൽ കിട്ടിയെന്ന് പറയണത് 23 ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ഓർഡറും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അടുത്ത MG കിട്ടിയേനെ. ഇപ്പോൾ ടോട്ടൽ 23 ഓർഡർ എടുത്തിട്ടുണ്ട്. 1017 രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. കുറവാണ്. അതായത് രാവിലെ 7 to 11, പിന്നെ 11 to രാത്രി ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഓറില്ല. 11 മണിക്ക് ശേഷം ഓറ് കിട്ടിയില്ല. ടോട്ടൽ കിട്ടിയത് 1017 രൂപയാണ്. അതിൽ 850 രൂപ ഓർഡർ ഏണിങ്സും 169 രൂപ 170 രൂപ MG പേയും കൂടെ, MG ഗ്യാരൻറ്റിയാണ്. അങ്ങനെ രണ്ടും കൂടി ചേർത്ത് 1017 രൂപ. പിന്നെ ടോട്ടൽ നമ്മൾ ഓടിയ കിലോമീറ്റർ എന്ന് പറയുന്നത് 140 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മളെ പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത് 290 രൂപയാണ്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. ഇതൊരു വീഡിയോ കാണാം. ബൈ.